ചോറും മീനും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. കഴിഞ്ഞ 10-25 വർഷമായിട്ട് എടുത്ത എഫേർട്ടിന്റെ റിസൾട്ടാണ്. നമ്മൾ ഡെയിലി രാവിലെയാണ് ഈ ഫിഷ് കൊണ്ടുവരുന്നത്. അല്ലാതൊരു ഫ്രീസർ സൗകര്യം ഈ ചോറും മീനിലില്ല. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്ന ശേഷം പോസിറ്റീവാണ് നെഗറ്റീവാണ് ഒരു നിമിഷം നേരം കൊണ്ട് സ്പ്രെഡ് ആവും. ആ സ്പ്രെഡ് ആയതിന്റെ ഒരു ഫലമാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, നിങ്ങളാണ് ഇതിന്റെ ഓണർ. അതെ, നമുക്ക് ചെറിയൊരു വീഡിയോ ചെയ്താലോ? നമുക്ക് പുറത്തേക്ക് വെക്കാം. ചോറും മീനിന്റെ സക്സസ് ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബിഹൈൻഡ് ദി സ്റ്റോറി എന്താണെന്നുള്ളത് അറിയാനും ആളുകൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ചോറും മീനും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. കഴിഞ്ഞ 10-25 വർഷമായിട്ട് എടുത്ത എഫേർട്ടിന്റെ റിസൾട്ടാണ് ഈ കാണുന്ന ക്രൗഡും അതേപോലെ ജനങ്ങൾ തന്ന സപ്പോർട്ടും സ്നേഹവും എല്ലാം. പിന്നെ കുറേ ചേച്ചിമാരുടെ അമ്മമാരുടെ ഒക്കെ പ്രയത്നത്തിൻ്റെ ഫലവും അതേപോലെ അവരുടെയൊക്കെ പ്രാർത്ഥനയും അതാണ് ഇതിനെങ്ങനെ ഈ ലോകം മൊത്തം അറിയപ്പെടുന്നൊരു ചോറും മീനാക്കി മാറ്റിയത്. തുടങ്ങുമ്പോ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നോ? അല്ല, ഇത്ര ആളുകളുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ നമുക്കൊരു 10 ദിവസത്തെ മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പൊ ഈ 10 ദിവസം കൊണ്ട് പെട്ടെന്ന് ഇത്രയും ക്രൗഡ് വരുമ്പോ അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യാൻ കഴിഞ്ഞ്? അല്ല, പണ്ടൊക്കെ പറഞ്ഞാൽ പണ്ട് പിന്നെ ഒരു സ്ഥാപനം സക്സസ് ആവണമെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി കൂടെ തന്നെയാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്ന ശേഷം പെട്ടെന്ന് സ്പ്രെഡാവും. പിന്നെ പോസിറ്റീവാണ് നെഗറ്റീവായാലും ഒരു നിമിഷം നേരം കൊണ്ട് സ്പ്രെഡാവും. ആ സ്പ്രെഡായതിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്നതൊക്കെ. ക്രൗഡ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ടീമിനെയൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഒരു ഇതിൻ്റെ ഫലമാണ്. അവർ കറക്റ്റായിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ആ ക്രൗഡിനെയൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല ടീമിനെ വാർത്തെടുത്തു എന്നുള്ളതാണ്. ചോറുമീനും തുടങ്ങിയിട്ട് ഏകദേശം 10 മാസം കഴിഞ്ഞു. ഇത് തുടങ്ങുമ്പോൾ ഒരു 36 സീറ്റും 2 ഷട്ടറുള്ള ചെറിയൊരു ഒരു 3-4 ചേച്ചിമാരും 3-4 വേറെ ആളുകളും വെച്ചുള്ള തുടങ്ങിയ ഒരു 8 ആൾ തുടങ്ങിയ സ്ഥാപനമാണ്. ഇന്നത് ഏകദേശം 2 നിലകളിലായിട്ട് 320ഓളം സീറ്റിങ്ങും 150ഓളം ജോലിക്കാരും ഇൻഡയറക്റ്റായിട്ട് അതിൽ കൂടുതൽ തൊഴിലാളികളുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ എന്താണ് ഇത് ഇത്രയും വൈറലാവാനുള്ള ഒരു റീസൺ ആയിട്ട് നിങ്ങൾ കാണുന്നത്? വയറിലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നല്ല നാടൻ സദ്യയുണ്ട്. നമ്മൾ ഈ വള്ളുവനാടൻ ഭാഗത്ത് കിട്ടുന്ന നല്ല സദ്യകൾ അത് അതിൻ്റേതായ ഒരു ടേസ്റ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് 2 ചേച്ചിമാരുണ്ട്. ആ ചേച്ചിമാരുടെ കൈപ്പുണ്യം മസാല അത് തന്നെയാണ് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. എങ്ങനെ ഇവിടുത്തെ ഫുഡിന്റെ ഫ്രഷ്നെസ്സും ക്വാളിറ്റി ഒക്കെ ഉറപ്പുവരുത്തണത്? അല്ല, നമ്മൾ ഡെയിലി രാവിലെയാണ് ഈ ഫിഷ് കൊണ്ടുവരുന്നത്. ഡെയിലി രാവിലെ ഫ്രീസറിന് സൗകര്യമില്ല. അറ്റ്ലീസ്റ്റ് ആ സമയത്ത് ഫ്രീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതൊരു ഫ്രീസർ സൗകര്യം ഈ ചോറ് മീനിലില്ല. ഞാൻ ചോറ് മീനിൽ ഹോട്ടലിൽ നിന്നോ റെസ്റ്റോറൻറ്റിൽ നിന്നോ പറയാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല. അതൊരു ചോറും മീനും അത് കിട്ടുന്ന ഒരു സ്പോട്ടായിട്ട് മാത്രം കാണാം. വേറൊരു ഫുഡ് നമ്മുടെ കയ്യിലില്ല. ചോറും മീനും അതിനായിട്ടൊരു മെനു കൊണ്ടുവന്ന് ആ ഒരു ഫുഡ് മാത്രമേ നമ്മളിവിടെ കൊടുക്കുന്നുള്ളൂ. അത് രാവിലെ ഒരു 10:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 4-4:30 ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. ഇപ്പൊ ചോറും മീനും എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അതേ എലമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് അനുകരണങ്ങൾ പല നാട്ടിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പല ഭാഗങ്ങളിലും ഈ ഒരു ട്രഡീഷണൽ ഫുഡ് തിരിച്ചു വരിക എന്നുള്ളത് നല്ലത് തന്നെയാണ്. ഇത് അത്ര ഈസി ആയിട്ട് ഒരു വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സംരംഭങ്ങളല്ല ഈ റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ ചോറും മീനും മാത്രം കൊടുത്തുകൊണ്ടൊന്നും അത്ര പെട്ടെന്ന് വിജയിപ്പിക്കില്ല. അത് അത്ര എഫേർട്ട് എടുത്താൽ മാത്രമേ അത് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ. അത് ചെയ്യുന്നവർ വിജയിപ്പിക്കട്ടെ. ഇപ്പൊ ചോറും മീനിന്റെ ഒരു കോപ്പി കാറ്റ്സ് ആയിട്ട് വന്ന ബ്രാൻഡ്സിന് വരെ അതാത് നാടുകളിൽ ഭയങ്കര ഒരു സ്വീകാര്യത കിട്ടുന്നത്. പല സ്ഥലത്തേക്കും എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഞാൻ ഈ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു 1 ഇയർ പ്ലാൻ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ആ 1 ഇയറിന് ശേഷം മാത്രമേ ഇതൊരു എക്സ്പാൻഷനിലേക്ക് പോകുന്നുള്ളൂ കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു സമയം ഏകദേശം 2-3 മാസം കഴിഞ്ഞാൽ അതിന് സമയമായി. ആ സമയത്തിലേക്ക് നമ്മൾ ആ സമയമാകുമ്പോൾ നമ്മൾ ഈ എക്സ്പാൻഷനിലേക്ക് പോകും. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് എല്ലാ നാടുകളിലും എല്ലാ സ്ഥലത്തും കിട്ടുന്ന രീതിയിലുള്ളൊരു അതിൻ്റെ ഒരു സ്റ്റെപ്പിലാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ ബിസിനസ്സിൽ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അതുപോലെ ഇനിയും പല ലൊക്കേഷനിലും നിങ്ങൾ ഓപ്പൺ ചെയ്യണം. നമുക്ക് വന്നതിലും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒക്കെ സന്തോഷം. അടിപൊളി ഫുഡ്, വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. മീനും ഇറച്ചിയും ഇറച്ചി ഉണ്ടായിട്ടില്ല, മീന് എല്ലാ മീനും ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്, അടിപൊളി. ആ ചോറും മീനും വളരെ നന്നായിട്ടുണ്ട്. മീനിനെ കുറിച്ച് എൻ്റെ സുഹൃത്ത് പറയുന്നതായിരിക്കും. സംഭവം നല്ലതാണ്. നമ്മളിങ്ങനെ കേട്ടിട്ട് വന്നതെന്ന് കുറേ മീനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് ഉഷാറാണ് ഇവിടുത്തെ. പിന്നെ അതുപോലെ ഞാൻ 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അതിൽ ഇതിനു മുന്നേ ഇവിടുത്തെ മെയിൻ കാളാഞ്ചി ഫ്രൈ ട്രൈ ചെയ്തിരുന്നു. അത് കുഴപ്പമില്ല, ഉഷാറാണ്. ഇന്നിപ്പോൾ കഴിച്ചത് കിങ് ഫിഷാണ്. കിങ് ഫിഷ്, പ്രോൺസ്, അതുപോലെ കല്ലുമ്മക്കായ ഇന്ന് കഴിച്ചത് കുഴപ്പമില്ല, എല്ലാം ഉഷാറാണ്.
പിന്നെ ഇവിടുത്തെ മീൽസിലെ എല്ലാ വിഭവങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം അടിപൊളിയാണ്. പായസം അതിലേറെ അടിപൊളി.